ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. മാർക്കോ ഇറങ്ങി ഒരു മാസത്തേക്ക് അടുക്കുകയാണ്. 23 ദിനങ്ങളും കഴിഞ്ഞ് സിനിമ മുന്നോട്ട് പോകുന്നു. ഈ ഒരു ശനിയാഴ്ച മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫായിട്ടാണ് നമ്മൾ വരുന്നത്. ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂരാണ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ബാംഗ്ലൂർ ഈവനിങ് ആയിട്ടുള്ള എല്ലാ ഷോകളും ഓൾമോസ്റ്റ് ഫുള്ള് എന്നുള്ള ലെവലിലാണ്. ചില ഷോകൾ നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിക്കേണ്ട ഫ്രണ്ട് റോസ് അല്ലെങ്കിൽ ഇടയ്ക്കുള്ള കുറച്ച് സീറ്റുകൾ മാത്രമാണ് ബുക്ക് ചെയ്യാനുള്ളത്. അതായത് രാത്രി 10 മണിക്ക് ഉള്ള ഷോകളും 9:30-ക്കുള്ള ഷോകളുടെയുമാണ് കൂടുതലും കാണാൻ കഴിയുന്നത്. മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ, അതായത് ബാംഗ്ലൂരിൽ മലയാളവും ഹിന്ദിയുമാണുള്ളത്. ഹിന്ദിയും അതേപോലെ തന്നെ ഫുള്ളാണ്, അതേപോലെ മലയാളവും എല്ലാ ഷോകളും ഫുള്ളാണ് എന്നുള്ള കാര്യമാണ്. ഇനിയും നമ്മൾ ഡൽഹി എടുത്തു നോക്കിയാലും അതേപോലെ ഹൈദരാബാദ് എടുത്തു നോക്കിയാലും എല്ലാം തന്നെ മികച്ച രീതിയിലുള്ള ബുക്കിംഗ് ആണ്. ഡൽഹിയിൽ ഇന്ന് 5:30യുടെ ഷോ ഹൗസ്ഫുൾ ആയിരിക്കുന്നു. അതേപോലെ പല ഷോകളും ഒരു 70% ഒരു തിരക്ക് നമുക്ക് കാണുന്നു. ചിലയിടത്ത് ഓൾമോസ്റ്റ് ഫുള്ള് എന്നുള്ള ലെവൽ കാണാൻ കഴിയുന്നു. ഹൈദരാബാദ് മികച്ച രീതിയിൽ തന്നെയാണ് പോകുന്നത്. അതായത് ഹിന്ദി വെർഷൻ ആണെങ്കിൽ ഒരു 90% ഓൾമോസ്റ്റ് ഫുൾ എന്നുള്ളതും, അതേപോലെ മലയാളം വെർഷന് അധികം തിരക്കില്ല, സീറ്റുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തെലുങ്ക് വെർഷൻ നല്ല മികച്ച രീതിയിൽ തന്നെയാണ് അവിടെ കളക്ഷനും കാര്യങ്ങളും അതേപോലെ തന്നെ തിരക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ കാണുന്ന എല്ലാ സ്ഥലങ്ങളും ഔട്ട്സൈഡ് കേരള നമ്മൾ സെലക്ട് ചെയ്ത എല്ലാ സ്ഥലങ്ങളിലും ഓൾമോസ്റ്റ് ഫുള്ള് എന്നുള്ള ലെവൽ തന്നെയാണ്. കേരളത്തിൽ വലിയൊരു ഇടിവ് തന്നെയാണ് കാണുന്നത്. ഒറ്റ ഷോ പോലും നമുക്ക് ഹൗസ്ഫുള്ളോ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഫുള്ളോ എന്നുള്ളത് നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും മികച്ച രീതിയിൽ തന്നെയാണ്. 21 ദിവസത്തെ വരെയുള്ള ട്രസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ വരുമ്പോൾ മികച്ച രീതിയിൽ തന്നെയാണ്. കേരളത്തേക്കാൾ കൂടുതൽ ഹിന്ദിയിൽ നിന്ന് ഏകദേശം 40 ലക്ഷം രൂപയോളം ഹിന്ദിയിൽ നിന്ന് നേടുകയും തെലുങ്ക് തമിഴും മികച്ച രീതിയിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നു. എന്താണെങ്കിലും നമ്മൾ ഇന്നലത്തെ കളക്ഷനും ഒരു ഇടിവ് തന്നെയായിരിക്കാം. പക്ഷേ ഇന്ന് മികച്ച രീതിയിൽ തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഇതിനോടകം തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യ 27 കോടിയും കഴിഞ്ഞ് സിനിമ മുന്നോട്ട് പോവുകയാണ്. ഹിന്ദിയിൽ നിന്ന് 13 കോടി കഴിഞ്ഞു സിനിമ, തെലുങ്കിൽ നിന്ന് 6 കോടി കഴിയുന്നു, അതേപോലെ തന്നെ തമിഴിൽ നിന്ന് 2 കോടിയിലേക്ക് ടച്ച് ചെയ്യുന്നു. മികച്ച ഒരു മുന്നേറ്റം തന്നെയെന്ന് പറയാം. ഇന്ന് മാർക്കോ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് കമൻസിലൂടെ പറയാം. കേരളത്തിൽ ബാക്കിയുള്ള സിനിമകൾ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു മാർക്കോയ്ക്ക് അത്ര കണ്ട് തിരക്കില്ല. അതേപോലെ തന്നെ തിയേറ്ററുകളുടെ കൗണ്ടും ഇപ്പോൾ കുറവാണ്. കാരണം നമുക്കറിയാം മൾട്ടിപ്പിൾ സിനിമകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്നലത്തെ വരെയുള്ള കളക്ഷനേക്കാൾ ഒരു ഇടിവ് ഇന്നുണ്ടാകാം എന്നുള്ള പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഒരു താരതമ്യേന ഭേദപ്പെട്ട രീതിയിലേക്ക് ഇന്നും കയറും എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ 271 ഷോകൾ മാത്രമാണ് ട്രാക്ക് ചെയ്യപ്പെട്ടത്. അപ്പോൾ വളരെ കുറവ് ഷോകളിലേക്ക് വന്നു. അതിന് മുമ്പത്തെ ദിവസം 500 ഷോകളായിരുന്നു, 495 ഷോകളായിരുന്നെങ്കിൽ 271 ഷോകളാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. 3 റിലീസുകൾ ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്ന് ഒരു പക്ഷേ ഇന്നലെ നേടിയതിനേക്കാളും മുകളിലേക്കുള്ള ആ കളക്ഷൻ റിപ്പോർട്ടുകളുമായി നമുക്ക് വരാം. പക്ഷേ ഇവിടെ അടിച്ചു കയറുക തന്നെയാണ് ഹിന്ദിയും തെലുങ്കും തമിഴും സിനിമ എന്ന് പറയാം. ആരൊക്കെയാണ് അന്യദേശങ്ങളിൽ നിന്ന് സിനിമ കാണുന്നത് ഒന്ന് കമൻസിലൂടെ പറയാം. അപ്പോൾ നല്ല സപ്പോർട്ട് വേണം നിങ്ങളുടെ കയ്യിൽ നിന്ന്. നല്ലതായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് തരണം ഗ്രേ മീഡിയാസ്.